പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കേരള യാത്ര ഉസ്താദ് നയിക്കുന്ന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര അതിപ്പോൾ കേരളത്തിൻ്റെ മധ്യഭാഗം എത്തി നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്, എല്ലായിടത്തും വമ്പിച്ച ജനങ്ങളാണ്. കഴിഞ്ഞ ദിവസം തിരൂരിലും അതുപോലെ അരീക്കോട്ടും ഇന്നലെ പാലക്കാട്ടുമൊക്കെ നടന്നത് വമ്പിച്ച ജനബാഹുല്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യർക്കൊക്കെ വലിയ സന്തോഷമാണ്. മാത്രമല്ല, ഈ ഓരോ യാത്രയും ഇങ്ങനെ പിന്നിടുമ്പോൾ ഉസ്താദിന് സ്വീകരണം കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഈ യാത്രാ നായകർക്ക് സ്വീകരണം കൊടുക്കുന്നത് എല്ലാ ആളുകളുമാണ്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ, രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാ ആളുകളും ഉസ്താദിന് സ്വീകരണം കൊടുക്കുകയാണ്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഇങ്ങനെ SDPI ഉണ്ട്. അതിൽ BJP എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അതല്ലാത്ത എല്ലാ മനുഷ്യരും, മനുഷ്യരായി ജീവിക്കുന്ന എല്ലാ ആളുകളും ഉസ്താദിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ മനുഷ്യത്വം എന്ന ജാതിയിൽപ്പെട്ട എല്ലാ മനുഷ്യരും ഇതിന് ആശീർവാദം അർപ്പിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അത് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉള്ളിലുള്ളതുകൊണ്ടാണ്. വർഗസ്നേഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഞങ്ങൾ കഴുതകളാണ്, കഴുതകളാക്കണേ അല്ലാഹ് എന്നൊക്കെ ദ്വാരക്കുന്ന ഒരു ടീമുണ്ട്. അവർക്ക് ഈ മനുഷ്യന്മാരൊക്കെ കാണുമ്പോൾ ഭയങ്കര ബേജാറായിട്ട് ഇപ്പോൾ സമനില തെറ്റിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനുഷ്യന്മാർ, നിങ്ങളെന്താ ഞങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങൾ നിങ്ങളെ പിന്നാലെ കൂടിയിട്ട് കുറേ ആയല്ലോ, മനുഷ്യരായിട്ടെങ്കിലും ഞങ്ങളൊന്ന് പരിഗണിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ് ഇപ്പോൾ വട്ടൂരികൾ. അത് കണ്ടുവരാം. മനുഷ്യർക്കൊപ്പമായാലും അല്ലെങ്കിലും മനുഷ്യർക്കൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു ടീമാണോ നിങ്ങൾ? എന്ത് മനുഷ്യർക്കൊപ്പം? മനുഷ്യരായ ഞങ്ങളെ സംഘടനാ ജയിലുകളിൽ വരെ താമസിപ്പിച്ച നിങ്ങൾക്ക് എന്ത് മനുഷ്യർക്കൊപ്പം? നിങ്ങൾക്ക് എന്ത് ആദർശാണോ? എന്ത് മനുഷ്യർക്കൊപ്പം? എത്ര പ്രവർത്തകരെ നമ്മുടെ അവിടെ വരുന്നു എന്ന ഒറ്റ കാരണത്താൽ മഹലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഊരുവിലക്ക് നടത്തിയിട്ടുണ്ട്. അതിന് നൗഷാദെ, ഇത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ പിന്നിലാണ് ജനങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. അതല്ലാതെ കഴുതകൾക്കൊപ്പം എന്നല്ല. ഞാൻ നിങ്ങളെ കഴുത എന്ന് തെറി പറഞ്ഞതല്ല. ഇത് നിങ്ങൾ തന്നെയാണ് ദുആ ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, നിങ്ങൾ കഴുതകളാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ അടിമകളിൽ, അവിടുത്തെ പാവപ്പെട്ട കഴുതകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. പരിശുദ്ധ ഖുർആനിൽ വലഖദ് കറംന ബനി ആദം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരെ എല്ലാവരെയും അല്ലാഹു മനുഷ്യകുലത്തെ ബഹുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മനുഷ്യർക്ക് ഒരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മനുഷ്യർ എന്ന നിലക്കെങ്കിലും പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. അതല്ലാതെ മനുഷ്യർ എന്ന നിലക്ക് പോലും പരിഗണിക്കാതെ ഇങ്ങനെ നിങ്ങളെപ്പോലെ തെറി പറഞ്ഞു നടക്കാൻ പാടില്ല. മാത്രമല്ല, ഇത്രയും ബഹുമാനമുള്ള ഒരു സൃഷ്ടിയായിട്ട് നമ്മളെ പടച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് എന്താ? നമ്മളല്ല, നിങ്ങൾ ദുആ ചെയ്യുന്നത് എന്താ? ഞങ്ങളെ കഴുതകളാക്കണേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കഴുതകള വർഗത്തിൽപ്പെട്ട നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കാൻ പറ്റുക? എന്നിട്ട് ഇവർ പറയുന്ന രസകരമായ വേറെ സംഗതിയുണ്ട്, അതുകൂടെ കേൾക്കാം. മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയം, ഒരു പ്രമേയം ഇട്ടപ്പം പിന്നെ എന്തൊക്കെ ഇത് ഈ മാറ്റർ ശരിയാക്കണമല്ലോ. ഈ ശീർഷകം അങ്ങ് മാറ്റണം, അഥവാ ഈ മുദ്രാവാക്യം അങ്ങ് മാറ്റണം. മനുഷ്യർക്കൊപ്പം എന്നുള്ളതൊന്നും ഈ പറയുന്ന കഴുതകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഏതായിരുന്നാലും ഇനി മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തന്നെ അതിന് കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് കേട്ടുവരാം. ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ഒരായത്തിൻ്റെ കഷ്ണം, എന്നെ സജ്ജനങ്ങൾ കൂട്ടത്തിൽ ചേർക്കണമേ അല്ലാഹ് എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയും അത് നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തരികയും ചെയ്തു. നമ്മളെപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. തവഫനി മുസ്ലിമൻ
وألحقني بالصالحين وألحقني بالصالحين സജ്ജനങ്ങളോട് കൂടെ ഞങ്ങളെ ചേർക്കണം. അപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു മുദ്രാവാക്യം കേരള മുസ്ലിം ജമാഅത്ത് വിവരമില്ലാതെ ഉണ്ടാക്കിയതല്ല. കേരള മുസ്ലിം ജമാഅത്ത് നിങ്ങൾക്ക് അറിയാം, ഇവിടെ 100 കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലമായി സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ മനുഷ്യരെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവർക്ക് എതിരെ, വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ ഐക്യം വേണമെന്ന് പറഞ്ഞു വരികയും ഐക്യ സംഘമുണ്ടാക്കുകയും ചെയ്ത് ഉടനെ ആളുകൾ വിട്ടുപോകാതിരിക്കാൻ ഹീലത്തുർ റിബ, പലിശ വാങ്ങാനുള്ള തന്ത്രം എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്. 100 കൊല്ലത്തിന് മുമ്പ് ഹീലത്തുർ റിബ, പലിശ വാങ്ങാനുള്ള കൗശലം, ഇത് വിശ്വാസപരമായി തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതോടൊപ്പം കർമ്മപരമായി പലിശ വാങ്ങുന്നതിലേക്ക് നയിക്കുകയും അതുപോലുള്ള തെറ്റായ കമ്മിറ്റികൾ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്ത് ജനങ്ങളെ, നല്ല വിശ്വാസമുള്ള ജനങ്ങളെ ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാനും നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കാനും ഉള്ള ഒരു സംഘടനയാണ് ഈ പുതിയ സംഘം എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവർകൾ, അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ മുസ്ലിം, ഞാൻ പറഞ്ഞിട്ട് അവസാനം പറയാം, അങ്ങനെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകൃതമായി അവരുടെ പ്രവർത്തനം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന പേരിൽ യുവാക്കളെ സംഘടിപ്പിച്ചു. അതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ SSF സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന നിലക്ക് സംഘടിപ്പിച്ചു. അതുപോലെ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾ വളരാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ആവശ്യമായ സംഘടനകളും പ്രവർത്തനങ്ങളും ഒരുക്കി. ഇപ്പോൾ കാലം വളരെയധികം പിന്നിട്ട് ജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ യുവത്വത്തിൽ നിന്നും പിന്നിട്ട പ്രായം ചെല്ലുന്ന ആളുകൾക്കടക്കം എല്ലാവർക്കും ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കാൻ ഒരു സംഘടന വേണം എന്ന നിലയിലാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ കേരള മുസ്ലിം ജമാഅത്തിനെ രൂപീകരിച്ചിട്ടുള്ളതും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതും. അങ്ങനെ അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 100 വർഷമായി ഇവിടെ ശരിയായ വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താനും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നല്ലാതെ നാം
വർഗീയവാദികൾ അല്ല. വർഗീയവാദി എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിൻ്റെ ആശയം മറ്റൊരു വർഗത്തെ അടിച്ചേൽപ്പിക്കുകയാണ്. അത് നാം ഒരിക്കലും ചെയ്തിട്ടില്ല. വർഗീയവാദം നമുക്ക് ഇല്ല. അതുപോലെ ടെററിസം എന്ന് പറയുന്ന ഭീകരപ്രവർത്തനം അത് നമുക്ക് ഒരിക്കലും അനുവദനീയമല്ല. അതിവിടെ ആവശ്യവുമില്ല, അനുവദനീയവുമല്ല. എല്ലാ മതങ്ങൾക്കും വളരാനും പ്രവർത്തിക്കാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട്. മറ്റ് ചില രാജ്യങ്ങളിൽ അതുപോലുമില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏത് മതക്കാരനും ഏത് വിശ്വാസക്കാരനും അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും ഭരണഘടന തന്നെ അധികാരം കൊടുത്തിട്ടുണ്ട്. ആ നിലയിൽ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സമന്മാരാണ് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതേസമയത്ത് നാം ഓരോരുത്തരും മുസ്ലിമായ ആളുകൾ മുസ്ലിം ആണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. മുസ്ലിമായതോടുകൂടി മറ്റുള്ള ഒരു മതക്കാരനെ നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്യിപ്പിക്കുക അത് നമ്മുടെ ചിട്ടയിൽപ്പെട്ടത് അല്ല. അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിച്ചുകൂടാ. അപ്പോൾ മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, നല്ലവരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണമേ എന്നാണ് മുസ്ലിമീങ്ങൾ ദ്വാർക്കാറുള്ളത്. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനൊക്കെ വിപരീതമായിട്ട് മനുഷ്യന്മാർ ദുആ ചെയ്യോ? ഏതെങ്കിലും ഒരു മനുഷ്യർ ദുആ ഞങ്ങളെ കഴുതകളാക്കണേ എന്നുള്ളത് ആരെങ്കിലും ദുആ ചെയ്യുന്നൊരു കാര്യമാണോ? അപ്പോൾ എനിക്ക് ചിരി വരെ ചില സംസാരമൊക്കെ കേൾക്കും. അപ്പോൾ നൗഷാദിനോടും കുരുവട്ടൂരികളോടൊക്കെ പറയാനുള്ളത്, ആദ്യം നിങ്ങളൊന്ന് മനുഷ്യരായി ജീവിക്കുക. മനുഷ്യരായി ജീവിച്ചിട്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത കേരള യാത്രയിലൊക്കെ വേണമെങ്കിൽ നിങ്ങളെയൊക്കെ ഒന്ന് പരിഗണിക്കാമെന്നാണ് പറയാനുള്ളത്. ഒരുപക്ഷെ ഈ കേരള യാത്ര അവസാനിക്കുന്നതോടുകൂടെ ഒന്നുകിൽ ഇവരൊക്കെ ഹാർട്ട് പൊട്ടി മരിക്കും, അല്ലെങ്കിൽ ഇവരൊക്കെ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് എത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നന്നാക്കി തെരുമാറാകട്ടെ.